എരുമേലി കാനനപാത വഴിയെത്തുന്ന ഭക്തർക്ക് നാളെ മുതൽ പ്രത്യേക സൗകര്യം. ശബരിമലയിൽ നേരിട്ടെത്തി ഇവർക്ക് 18-ാം പടി കയറാം. നാളെ മുതൽ വനംവകുപ്പ് പ്രത്യേക പാസ് നൽകും. മുക്കുഴിയിൽ വെച്ചാണ് തീർത്ഥാടകർക്ക് പാസ് നൽകുക. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, പുതിയ സൗകര്യങ്ങൾ എന്തെല്ലാം? നീലിമ, നിരവധി അയ്യപ്പ ഭക്തരാണ് ഈ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച അതായത് പുതിയ സംവിധാനം ഒരുക്കുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. തുടർന്നാണ് നാളെ ഇത്തരത്തിൽ പ്രത്യേക പാസ് നൽകി ഭക്തരെ ഈ ശബരിമലയിലേക്ക് കടത്തി വിടുക. ഇതിൽ തന്നെ ഈ പരമ്പരാഗത കാനനപാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് മുക്കുഴിയിൽ വെച്ചാണ് ഈ പ്രത്യേക പാസ് നൽകുക. നാളെ രാവിലെ 7 മണിക്കാണ് ഈ ശബരിമല ADM അരുൺ എസ് നായർ ഈ പാസ് നൽകി അവിടെ ഈ ഉദ്ഘാടനം നിർവഹിക്കുക. അതിനുശേഷം ഈ കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് ഇവിടെ എത്തുമ്പോൾ, അതായത് ഈ സന്നിധാനത്ത് നടപ്പന്തലിൽ എത്തുമ്പോൾ ഈ പാസ് നൽകിയ ശേഷം പ്രത്യേക വരിയിലൂടെ അയ്യപ്പ ദർശനം നടത്താമെന്നുള്ളതാണ്. ഇവർക്ക് ഈ പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മരക്കൂട്ടത്ത് വെച്ച് ഈ ശരംകുത്തി വഴി ഒഴിവാക്കി ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയും ചെയ്യാം. എന്തായാലും ഈ നടപ്പന്തലിൽ എത്തുന്ന നിരവധി ഭക്തരുണ്ട്. ഈ കാനനപാതയിലൂടെ സഞ്ചരിച്ചു വരുന്നവർ അവർക്ക് മറ്റ് തിരക്കുകൾക്ക് ഇടയിൽ പെടാതെ തന്നെ നേരിട്ട് അയ്യപ്പ ദർശനം സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ്. നിരവധിയായി ഇത്തരത്തിൽ ആവശ്യം ഉയർന്നു വന്നിരുന്നു. അതായത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് മണിക്കൂറുകളോളം ഈ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ എരുമേലി വഴി എത്തുന്നവർക്ക് കൂടെ പാസ് അനുവദിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങളിൽ ഇത് ചർച്ച ചെയ്യുകയും തുടർന്ന് തീരുമാനം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നാളെ രാവിലെ 7 മണി മുതൽ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ പാസ് നൽകും. അത് കഴിഞ്ഞ ശേഷം അവർക്ക് കാനനപാതയിലൂടെ നടന്നു വന്ന് നേരെ നടപ്പന്തലിലെത്തി അയ്യപ്പ ദർശനം നടത്താൻ സാധിക്കും. ശരി, കാനനപാതയിൽ പ്രത്യേക പാസ് ഏർപ്പെടുത്തുകയാണ് ദേവസ്വം ബോർഡ്. വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്.